To watch this video in English, please click the link given above. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ഇത് കാണുന്ന മറ്റു കൂട്ടുകാർക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. പല കാര്യങ്ങളും ചർച്ച ചെയ്ത് നമ്മൾ സെൻട്രൽ ഡോഗ്മയിൽ എത്തി നിന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് DNA റെപ്ലിക്കേഷൻ എന്ന പ്രോസസ്സാണ്. DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഡോഗ്മയിലെ ആദ്യത്തെ പ്രോസസ്സാണ്. അപ്പോൾ സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീൻ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, ക്യാരക്ടറായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളതാണ് സെൻട്രൽ ഡോഗ്മ ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളോട് കൂടിയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. കാരണം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതെല്ലാം സെൻട്രൽ ഡോഗ്മയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതാണ് നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ ബേസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പോയി അത് വാച്ച് ചെയ്യുക. അതൊരു ചെറിയ വീഡിയോ ആണ്. അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് DNA റെപ്ലിക്കേഷൻ കാണേണ്ടത്. അപ്പോൾ DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു DNA നിന്ന് പുതിയൊരു DNA ഉണ്ടാകുന്നു. DNA റെപ്ലിക്കേറ്റ് ചെയ്യാണ്, മൾട്ടിപ്ലൈ ചെയ്യാണ്. അത് ശരിക്കും ഒരു സെൽ ഡിവിഷൻ ഏറ്റവും അത്യാവശ്യമാണ്. ഒരു DNA സെൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ രണ്ട് പുതിയ സെല്ലിലേക്കും പോകണ്ടേ? അപ്പോൾ ഉള്ള DNA രണ്ടായി പകുതിയായി പോവുകയാണെങ്കിൽ മുഴുവൻ ക്യാരക്ടേഴ്സും പുതിയ സെൽസിന് കിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് വളരെ അത്യാവശ്യമായൊരു പ്രോസസ്സാണ് ഈ റെപ്ലിക്കേഷൻ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു നോട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്കത് വേണം. ഞാൻ ആ നോട്ട് നിങ്ങൾക്ക് തന്നാൽ പിന്നെ എൻ്റെ കയ്യിലില്ല. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വന്ന് എന്നോട് ചോദിക്കുകയാണ്, ഞാനതിനെ ഡിവൈഡ് ചെയ്ത് തന്നാൽ ഫസ്റ്റ് 2 പേജ് ഒരാളുടെ കയ്യിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പേജസ് മറ്റൊരാളുടെ കയ്യിലായിരിക്കാം. അപ്പോൾ രണ്ടും പൂർണ്ണമല്ല. അങ്ങനെയുള്ള കാര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യാം? എനിക്കൊരു ഫോട്ടോ കോപ്പി എടുക്കാം, അല്ലേ? ആ കോപ്പി എടുത്തിട്ട് 2 പേർക്കും ഓരോന്ന് തന്നാൽ നിങ്ങൾക്ക് 2 പേർക്കും കംപ്ലീറ്റ് നോട്ട്സ് ലഭിക്കില്ലേ? ഇത് തന്നെയാണ് DNA റെപ്ലിക്കേഷൻ. അതായത് പുതിയ സെൽ ഉണ്ടാകുന്നതിന് മുമ്പ്, ഡോട്ടർ സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് സെല്ലിനകത്തുള്ള DNA ഒരു കോപ്പിയും കൂടി ഉണ്ടാക്കി കണ്ടന്റ് ഡബിൾ ആക്കും. പക്ഷെ അവിടെ ക്രോമസോം നമ്പറിന്റെ വ്യത്യാസമൊന്നും വരില്ല. DNAയുടെ എമൗണ്ട് മാത്രം ഡബിൾ ആവും. എല്ലാ DNAയ്ക്കും ഒരു കോപ്പിയും കൂടി ഉണ്ടാവും. എന്നിട്ട് അത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈക്വൽ നമ്പർ ഓഫ് DNA അല്ലെങ്കിൽ ഈക്വൽ എമൗണ്ട് ഓഫ് DNA രണ്ടിലും പോവില്ലേ? അതാണ് DNA റെപ്ലിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന DNA റെപ്ലിക്കേഷൻ മോഡൽ എന്ന് പറയുന്നത് സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് റെപ്ലിക്കേഷൻ എന്നതാണ്. ഇത് വാട്സൺ ആൻഡ് ക്രിക്ക് ആണ് പ്രപ്പോസ് ചെയ്തത്. DNAയുടെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് തന്നെ വാട്സണും ക്രിക്കും സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് കോപ്പിങ്ങിനെ കുറിച്ചും മനസ്സിലാക്കിയിരുന്നു. അവരുടെ തന്നെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ, it has not escaped our notice that the specific pairing that when we postulated, it immediately suggested a copying mechanism for the genetic material. അതായത് അവര് പെയറിംഗ് അല്ലെങ്കിൽ കോംപ്ലിമെന്റാരിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു മെത്തേഡ് പ്രപ്പോസ് ചെയ്തപ്പോൾ തന്നെ DNAക്ക് കോപ്പി ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും കൂടെ അതിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഡെബ്രുക്ക് എന്നൊരു സയന്റിസ്റ്റ് പലതരം റെപ്ലിക്കേഷനെ കുറിച്ച് സജസ്റ്റ് ചെയ്യായിരുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അത് കൺസർവേറ്റീവ് ആകാം, സെമി കൺസർവേറ്റീവ് ആകാം, ഡിസ്ട്രപ്റ്റീവ് ആകാം. കൺസർവേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? കൺസർവ് ചെയ്യുക, അതായത് പ്രിസർവ് ചെയ്യുക. അപ്പൊ കൺസർവേറ്റീവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സപ്പോസ് ഈ ഗ്രീൻ കളർ ഉള്ളതാണ് ഒരു പാരന്റൽ DNA എന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന്റെ പോസ്റ്റുലേറ്റ് അനുസരിച്ച് പാരന്റൽ DNA അങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ അതിൽ നിന്ന് ഒരു ടോട്ടലി പുതിയൊരു DNA ഉണ്ടാകും. ഈ കറുത്ത നിറത്തിൽ വരച്ചിരിക്കുന്നത് പുതിയ DNA ആണ്, അല്ലെങ്കിൽ കോപ്പിയുടെ DNA ആണ്. അതാണ് കൺസർവേറ്റീവ്. അതായത് പേരന്റൽ സ്ട്രാൻഡ് അങ്ങനെ തന്നെ കൺസർവ് ചെയ്തിരിക്കുന്നു, ഒരു ടോട്ടലി ന്യൂ സ്ട്രാൻഡ് ആണ് ഉണ്ടാകുന്നത്. അതേസമയം സെക്കൻഡ് കേസിൽ നോക്കൂ, ഇതാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സെമി കൺസർവേറ്റീവ് മെത്തേഡ്. സെമി കൺസർവേറ്റീവ്, പകുതി കൺസർവ് ചെയ്തു. അപ്പൊ എന്താണ്? ഇതാണ് പേരന്റൽ സ്ട്രാൻഡ്. ആദ്യം ഈ പേരന്റൽ സ്ട്രാൻഡ് സെപ്പറേറ്റ് ചെയ്തു, എന്നിട്ട് ഓരോന്നിലും ഒരു പുതിയ സ്ട്രാൻഡ് ഉണ്ടായി. അപ്പോൾ പേരന്റൽ സ്ട്രാൻഡിലെ 2 സ്ട്രാൻഡ്സ് സെപ്പറേറ്റ് ചെയ്ത് അത് ഓരോന്നും ഒരു ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്ത് അതിലൊരു പുതിയ സ്ട്രാൻഡ് ഉണ്ടാകുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 2 ഗ്രീന്, അതിനകത്ത് 2 പുതിയ ബ്ലാക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലെ? ഇനി മൂന്നാമത്തെ ഒരു സജഷൻ ആയിരുന്നു ഡിസ്ട്രപ്റ്റീവ് മെത്തേഡ്. അതായത് ആദ്യത്തേത് ഇങ്ങനെ റാൻഡം ആയിട്ട് ഫ്രാഗ്മെന്റ് ആവും, എന്നിട്ട് എവിടേക്കാണോ മിസ്സിംഗ് അവിടേക്ക് ഒരു പുതിയൊരു DNA സ്ട്രാൻഡ് ഉണ്ടാവുമെന്നാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്തത്. പക്ഷേ പിന്നീട് മിസെൽസൺ ആൻഡ് സ്റ്റോൾ എന്നീ 2 സയന്റിസ്റ്റ് അവരുടെ എക്സ്പെരിമെന്റ് വഴി സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് റെപ്ലിക്കേഷൻ പ്രൂവ് ചെയ്യുകയായിരുന്നു. അപ്പോൾ സെമി കൺസർവേറ്റീവ് മെത്തേഡ് റെപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, 2 strands of DNA would separate and act as a template for the synthesis of 2 new complementary strands. 2 സെപ്പറേറ്റ് ചെയ്തിട്ട് അതെന്താണ്? കോംപ്ലിമെന്ററി സ്ട്രാൻഡിന് വേണ്ടിയിട്ട് അത് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. കാരണം അതിൽ എല്ലാ ബേസ് പെയർസും ഉണ്ട്. അതിന് കോംപ്ലിമെന്ററി ആയിട്ട്, കോംപ്ലിമെന്ററി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് കോംപ്ലിമെന്റാരിറ്റി നമ്മൾ പഠിച്ചു, അല്ലേ? അതായത് അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ട് ബേസ് പെയർ ചെയ്യുള്ളൂ, ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ട് ബേസ് പെയർ ചെയ്യുള്ളൂ. ഇതാണ് കോംപ്ലിമെന്റാരിറ്റി റൂൾ.
പിന്നെ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് റെപ്ലിക്കേഷൻ, അപ്പോൾ റെപ്ലിക്കേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ ഈച്ച് DNA മോളിക്യൂൾ, പുതുതായിട്ടുണ്ടാക്കിയ ഓരോ മോളിക്യൂളും വുഡ് ഹാവ് 1 പാരന്റൽ ആൻഡ് 1 ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ്. എല്ലാത്തിലും എപ്പോഴും ഒരു പാരന്റൽ സ്ട്രാൻഡ് ഉണ്ടായിരിക്കും, ഒരെണ്ണം പുതിയതുമായിരിക്കും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി മിസൽസൺ ആൻഡ് സ്റ്റോൾ എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അവർ ഉപയോഗിച്ച എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് എസ്കരീഷ്യ കോളൈ എന്നൊരു ബാക്ടീരിയയാണ്. നമ്മൾ എസ്കരീഷ്യ കോളൈ പലതവണ കണ്ടു കഴിഞ്ഞു, ബയോടെക്നോളജിയിൽ നമ്മൾ പഠിക്കും. അപ്പോൾ 12th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പലതവണ പഠിക്കുന്ന ഒരു ബാക്ടീരിയയാണ് എസ്കരീഷ്യ കോളൈ. അപ്പോൾ ഇവിടെ എസ്കരീഷ്യ കോളൈ തിരഞ്ഞെടുത്തതിന് കാരണം എസ്കരീഷ്യ കോളൈ എല്ലാ 20 മിനിറ്റിലും ഡിവൈഡ് ചെയ്യും. അപ്പോൾ DNA റെപ്ലിക്കേറ്റ് ചെയ്തിട്ടല്ലേ സെൽ ഡിവിഷൻ നടക്കുന്നത്. അപ്പോൾ സെൽ ഡിവിഷൻ പഠിക്കണമെങ്കിൽ നമുക്ക് 20 മിനിറ്റിൽ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവരെ സെലക്ട് ചെയ്തത് എസ്കരീഷ്യ കോളൈയാണ്. മാത്യു മിസൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റോൾ എന്നീ സയന്റിസ്റ്റ് 1958 ഈ പരീക്ഷണം നടത്തിയത്. അപ്പോൾ എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ ചോദിക്കാം, ആൻസർ എസ്കരീഷ്യ കോളൈ. ഇനി എങ്ങനെയാണ് അവർ എക്സ്പെരിമെന്റ് ചെയ്തത്? നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നൈട്രജന്റെ ഐസോട്ടോപ്പിനെ കുറിച്ചാണ്. ഐസോട്ടോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? മാസ് നമ്പർ കുറച്ച് കൂടുതലായിരിക്കും അല്ലെ, അറ്റോമിക് മാസ് കൂടുതലായിരിക്കും. അപ്പോൾ നൈട്രജന്റെ നോർമൽ നൈട്രജൻ എന്ന് പറയുന്നത് N14 ആണ്. അതിന്റെ ഹെവിയർ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് N15 ആണ്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കണം, ഇവിടെ റേഡിയോ ആക്ടിവിറ്റി നമ്മൾ നോക്കുന്നില്ല. ഓക്കെ, പകരം എന്താണ്? ഹെവി ഐസോട്ടോപ്പ്, അതായത് മാസിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഹെവി ആയിട്ടുള്ളതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു ടെക്നിക്കാണ് സെൻട്രിഫ്യൂഗേഷൻ, ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ. അതായത് നല്ല ഡെൻസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ളതൊക്കെ താഴേക്ക് വന്ന് അടിഞ്ഞു കിടക്കും ആ ടെസ്റ്റ് ട്യൂബിൽ, സെൻട്രിഫ്യൂജ് ട്യൂബിനകത്ത്. അതേസമയം കനം കുറഞ്ഞ അല്ലെങ്കിൽ ഡെൻസിറ്റി കുറവുള്ളത് കുറച്ച് ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അതിൻ്റെ ഡെൻസിറ്റിക്ക് അനുസരിച്ച് പല ലെയർ ആയിട്ട് നമുക്ക് കിട്ടും. അതാണ് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അവരുടെ പരീക്ഷണത്തിലേക്ക് കടക്കാം. ആദ്യം അവർ എസ്കരീഷ്യ കോളൈ സെലക്ട് ചെയ്തു. അപ്പം നോർമലി നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അതിലുള്ള നൈട്രജൻ നോർമൽ നൈട്രജൻ ആണ്, N14. അപ്പോൾ അവരെന്ത് ചെയ്തു? ആദ്യം ഈ എസ്കരീഷ്യ കോളൈ കുറേ ജനറേഷനോളം N15 മീഡിയത്തിൽ വളർത്തി, അതായത് ഹെവിയർ ഐസോട്ടോപ്പ് ഓഫ് നൈട്രജൻ. അപ്പോൾ ഇവൻച്വലി ഇതിനകത്തെ നൈട്രജൻ ബേസ്, അതായത് പുതിയ DNA ഉണ്ടാക്കുമ്പോൾ ഇവർ എവിടുന്നാണ് ഈ നൈട്രജൻ എടുക്കുന്നത്? മീഡിയത്തിൽ നിന്ന്. ആ മീഡിയത്തിൽ എന്തേ ഉള്ളൂ? N15. അപ്പോൾ കുറേ കാലക്രമേണ അവരുടെ DNAയിൽ എന്തായിരുന്നു? N15 ആയി മാറി. ഓക്കെ, ഇനി ചിലപ്പോൾ N14 കാണാം. അത് അറിയാൻ വേണ്ടിയിട്ട് ഇവർ അങ്ങനെ കുറേ നാള് N15 വളർത്തിയ നമ്മുടെ ബാക്ടീരിയ സെലക്ട് ചെയ്തിട്ട് അതിനെ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ ചെയ്തു യൂസിങ് സീഷ്യം ക്ലോറൈഡ്. മീഡിയമായിട്ട് അവർ ഉപയോഗിച്ചത് സീഷ്യം ക്ലോറൈഡ് ആയിരുന്നു. എന്നിട്ട് അങ്ങനെ അവർ അതിനെ സ്പിൻ ചെയ്തിട്ട് അവർക്ക് ബോട്ടത്തിൽ കിട്ടിയ, അതായത് N15 എന്ന മാത്രമുള്ള DNA, അതായത് ഹെവിയർ ആയിട്ടുള്ളതിനെ അവർ ഐസൊലേറ്റ് ചെയ്തെടുത്തു. അവിടെ നിന്നാണ് അവരുടെ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരെടുത്ത് എന്നിട്ട് എന്ത് ചെയ്തു? അവർ ഈ N15 ഹെവി ആണെന്ന് കണ്ടെത്തിയ ആ ബാക്ടീരിയ അവർ തിരിച്ച് സാധാരണ N14 ഉള്ള അമോണിയം ക്ലോറൈഡിലേക്ക് കൊടുത്തു. അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് നൈട്രജൻ സോഴ്സ് ആയിട്ട് ആ മീഡിയത്തിൽ, വളർത്തുന്ന കൾച്ചർ മീഡിയത്തിൽ കൊടുത്ത നൈട്രജന്റെ സോഴ്സ് ആണ്. അപ്പോൾ ആദ്യം അവർ 15 കൊടുത്തു, കുറേ പ്രാവശ്യം വളർത്തി, അതിൽ നിന്ന് 15 ഉള്ളതിനെ മാത്രം സെൻട്രിഫ്യൂജ് ചെയ്തെടുത്തിട്ടാണ് ഇനി നമ്മുടെ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ അത്ര കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല, പക്ഷേ എക്സ്പെരിമെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ്പെരിമെന്റിൽ അവർ N15 എടുത്തു. അപ്പോൾ നമ്മൾ N14 ഉള്ള അമോണിയം ക്ലോറൈഡിലിട്ടാണ് ഇനി വളർത്താൻ പോകുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആദ്യത്തെ ഈ 2 സ്ട്രാൻഡും N15 ആണെന്ന് നമുക്കറിയാം. 20 മിനിറ്റ് കഴിയുമ്പോൾ അത് റെപ്ലിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്ത് പറ്റി? N15 ഉള്ള സ്ട്രാൻഡ്സ് രണ്ടും സെപ്പറേറ്റ് ചെയ്യും. ഇനി ഇതിൽ പുതിയ സ്ട്രാൻഡ് ഉണ്ടാവും. ആ പുതിയ സ്ട്രാൻഡിന്റെ വെയിറ്റ് എന്താണ്? അത് എങ്ങനത്തെ നൈട്രജൻ ആണ്? N14. അപ്പോൾ അതിലൊരു പുതിയ N14 സ്ട്രാൻഡ് ഉണ്ടാവുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. രണ്ടിലും ഒരു പഴയ N15 കാണും, ഒരു പുതിയ N14 കാണും. ഇനി ഇതിനെ അവർ സെൻട്രിഫ്യൂജ് ചെയ്തു. ഈ സെൻട്രിഫ്യൂഗേഷനിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഒരു ഹെവി ബാൻഡ് കിട്ടുമോ? ഇല്ല. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു ഹൈബ്രിഡ് ബാൻഡാണ്. അതായത് ഒരു N15 ഒരു N14 ചേർന്നിട്ടുള്ള ഒരു ഹൈബ്രിഡ് മീഡിയം ലെവൽ, അത് താഴെയല്ല, അതിന് കുറച്ച് മുകളിലായിട്ടാണ് ആ ബാൻഡ് അവർക്ക് ലഭ്യമായത്. അപ്പോൾ ആദ്യത്തെ DNA N15 20 മിനിറ്റ്, ആദ്യം N15 ഒറ്റ ബാൻഡാണ് കിട്ടിയത്, ഹെവി ബാൻഡാണ്. അത് 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് രണ്ടായി സെപ്പറേറ്റ് ചെയ്തു. പക്ഷേ പുതിയതായിട്ടുണ്ടായത് N14 ആണ്. അപ്പോൾ ഇത് N14 N15 ചേർന്ന ഒരു ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ അല്ലേ? അപ്പോൾ അതെന്ത് കിട്ടി? ഇതിൽ നിന്ന് കുറച്ച് മുകളിലായിട്ട് N14 N15 കിട്ടി. ഇനി അടുത്ത 20 മിനിറ്റ്സ്, അതായത് ടോട്ടൽ 40 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ വീണ്ടും കുറച്ച് സാമ്പിൾ എടുത്ത് പരിശോധിച്ചു. അപ്പോൾ അതിനെ സെൻട്രിഫ്യൂജ് ചെയ്തപ്പോൾ അവർക്ക് എന്താ കിട്ടിയത്? ഹൈബ്രിഡ് ബാൻഡിനൊപ്പം തന്നെ അവർക്ക് കുറച്ച് ലൈറ്റ് ബാൻഡ് ലഭിച്ചു. അപ്പോൾ ഹൈബ്രിഡിൻ്റെ ഒരു ബാൻഡും അതിന് മുകളിലായി ഒരു ലൈറ്റ് ബാൻഡും അവർക്ക് ലഭിച്ചു. അപ്പോൾ മനസ്സിലായി, പുതുതായിട്ട് ഉണ്ടാകുന്ന സ്ട്രാൻഡ് എല്ലാം ലൈറ്റ് ബാൻഡാണ്. കാരണം നമ്മൾ N14 ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ.
പക്ഷേ അപ്പോഴും ഹൈബ്രിഡ് ബാൻഡ് അവർക്ക് കിട്ടി. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒരു പാരന്റൽ സ്ട്രാൻഡ് ഇപ്പോഴും ഇതിന്റെ കൂടെ തന്നെ ഉണ്ടെന്ന്. ഇനി നമ്മൾ അടുത്ത 20 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കുന്നു, അല്ലെങ്കിൽ അതായത് 60 മിനിറ്റ്സ് അല്ലെങ്കിൽ 80 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കുന്നു. എന്തായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻ? ഹൈബ്രിഡ് ബാൻഡ് കുറച്ച് കാണുള്ളൂ അല്ലേ, പക്ഷേ ലൈറ്റ് ബാൻഡ് കൂടി കൂടി വരും. പക്ഷെ എപ്പോഴും ഒരു ഹൈബ്രിഡ് ബാൻഡ് എക്സിസ്റ്റ് ചെയ്യും. ഇതിൽ നിന്ന് അവർ മനസ്സിലാക്കിയത് എന്താണ്? DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണ്. അപ്പോൾ മൈസൽസൺ ആൻഡ് സ്റ്റോൾ പ്രൂവ് ചെയ്ത അതേ വർഷം തന്നെ 1958 മറ്റൊരു ശാസ്ത്രജ്ഞൻ ടെയ്ലർ എറ്റോൾ എന്ന് പറയുന്നത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൊളീഗ്സും കൂടി വിഷിയ ഫാബ എന്ന, അതായത് ഫാബ ബീൻസ് എന്ന് പറയും, അതിൽ ആ ചെടികളിൽ പരീക്ഷണം നടത്തി. സെമി കൺസർവേറ്റീവ് മെത്തേഡ് പ്രൂവ് ചെയ്യുകയായിരുന്നു അവരുടെയും ഉദ്ദേശം. അവരെന്താ ചെയ്തത്? അവര് റേഡിയോ ആക്റ്റീവ് തൈമിഡിനാണ് ഉപയോഗിച്ചത്. തൈമിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു നൈട്രജീനസ് ബേസ് ആണ് അല്ലെ. തൈമിഡിൻ എന്ന് പറയുന്നത് ന്യൂക്ലിയോസൈഡ് ആണ്. അപ്പോൾ അതിനെ റേഡിയോ ആക്റ്റീവ് ആക്കി കൊടുത്തു. അപ്പോൾ അതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആവുന്നു ഓരോ DNA എന്ന് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് റെപ്ലിക്കേഷൻ ആണെന്ന്. അപ്പോൾ ഇനി നമുക്ക് DNA റെപ്ലിക്കേഷന്റെ പ്രോസസ് നോക്കാം. DNA റെപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? The unique process of making an identical copy of a double-stranded DNA using existing DNA as a template for the synthesis of new DNA strand. ഇവിടെ നോക്കൂ, ഐഡന്റിക്കൽ DNA കോപ്പി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ നോക്കിയാൽ ഒരു ട്രില്യൺസ് ഓഫ് സെൽസ് ഉണ്ടായിരിക്കും അല്ലേ. പക്ഷേ എല്ലാ സെൽസും എങ്ങനെയായിരിക്കണം? ഏറെക്കുറെ സെയിം ആയിരിക്കണം, അവരുടെ DNA സെയിം ആയിരിക്കണം. നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണ്? ഒരു സിംഗിൾ സെൽ, അതിന്റെ പേരെന്താണ്? സൈഗോട്ട്. ആ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് 2 4 അങ്ങനെ എംബ്രിയോ ആയി, മോറുല, ബ്ലാസ്റ്റോസിസ്റ്റ്, ഗ്രാസ്ട്രുല, അങ്ങനെ പല സ്റ്റേജിലൂടെ കടന്നാണ് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഓരോ പ്രാവശ്യം പുതിയ ടൈപ്പ് DNA ആണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ രൂപമേ മാറിപ്പോയേനെ അല്ലേ. എല്ലാ സെല്ലിലും ഒരേപോലത്തെ DNA കണ്ടന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആണ് ഉള്ളത്. അതിനായിട്ട് സഹായിക്കുന്നതാണ് ഈ മെത്തേഡ് ഓഫ് റെപ്ലിക്കേഷൻ. അതായത് ഒരു പേരന്റൽ സ്ട്രാൻഡ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് അതിലെ ഇൻഫർമേഷൻ കോപ്പി ചെയ്തിട്ടാണ് ഒരു കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താം. ഐഡന്റിക്കൽ കോപ്പിയാണ് ഉണ്ടാവുന്നത്. ഇതിന്റെ ലൊക്കേഷൻ നോക്കാം. യൂക്കാരിയോട്ടിക് സെല്ലില് DNA എവിടെയാണ് കാണുന്നത്? ന്യൂക്ലിയസിനകത്ത്. അതുകൊണ്ട് തന്നെ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് ന്യൂക്ലിയസിനകത്താണ്. അതേസമയം പ്രോകാരിയോട്സിന് ന്യൂക്ലിയസ് ഇല്ല, പക്ഷേ ന്യൂക്ലിയോയിഡ് റീജിയൻ ഉണ്ട് അല്ലേ. ആ ന്യൂക്ലിയോയിഡ് റീജിയനകത്താണ്, അതായത് സൈറ്റോപ്ലാസത്തിലാണ് അത് നടക്കുന്നത്. ഇനി എപ്പോഴാണ് നടക്കുന്നത്? നമ്മുടെ സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് നടക്കണം. സെല്ല് ന്യൂ ഡോട്ടർ സെൽസിലോട്ടല്ലേ ഈക്വൽ എമൗണ്ട് ഓഫ് DNA പോകേണ്ടത്. അപ്പോൾ സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിന് പ്രയർ ആയിട്ട് ആ ഡിവിഷൻ നടക്കണം. അപ്പോൾ അതിന് വേണമെങ്കിൽ എന്ത് വേണം? എസ് ഫേസ് ഓഫ് ദ സെൽ സൈക്കിൾ. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ആക്ച്വൽ ഡിവിഷനെ നമ്മൾ എം ഫേസ് എന്ന് പറയും. അതിന് മുന്നേ ഒരു പ്രിപ്പറേറ്ററി ഫേസ് ഉണ്ട്, അതിന്റെ പേരാണ് എന്ത്? ഇന്റർഫേസ് അഥവാ റെസ്റ്റിംഗ് ഫേസ്. അത് റെസ്റ്റിംഗ് എന്ന് പറയുന്നെങ്കിലും ഏറ്റവും ആക്ടിവിറ്റി നടക്കുന്ന സമയമാണ്. ആ റെസ്റ്റിംഗ് ഫേസിൽ 3 സ്റ്റേജസ് ഉണ്ട്. G1 ഫേസ്, എസ് ഫേസ് ആൻഡ് G2 ഫേസ്. അതിൽ എസ് ഫേസിലാണ് ഈ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ DNA ഇപ്പോൾ ഇങ്ങനെ ഒരു DNA സ്ട്രാൻഡ് കുറച്ച് ഭാഗം അത് നമ്മൾ ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ റെപ്ലിക്കേഷൻ നടത്താൻ സാധിക്കുള്ളൂ. ആ ഒരു പോയിന്റിനെ പറയുന്ന പേരാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. നമ്മൾ അങ്ങനെ അതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന ആ ഒരു ഷേപ്പ് എന്താണ്? ഒരു വൈ ഷേപ്ഡ് സ്ട്രക്ചർ അല്ലേ. ഇവിടെയും നമുക്കൊരു വൈ ഷേപ്ഡ് സ്ട്രക്ചർ കിട്ടും. അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത് റെപ്ലിക്കേഷൻ ഫോർക്ക്. അപ്പോൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനിൽ DNA അൺവൈൻഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് റെപ്ലിക്കേഷൻ ഫോർക്ക് ലഭിക്കും. ഇനി DNA റെപ്ലിക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് അതിന് ആവശ്യമായ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണം നമുക്കൊന്ന് നോക്കാം. റിക്വയർമെന്റ്സ് ഓഫ് DNA റെപ്ലിക്കേഷൻ. ആദ്യമായിട്ട് ഒരു DNA ടെംപ്ലേറ്റ് വേണം. അതായത് നമുക്കറിയാം എവിടെ നിന്നെങ്കിലും പുതിയൊരു DNA ഉണ്ടാവാൻ പറ്റില്ല. ഓൾറെഡി ഉള്ള DNAയിലെ ഇൻഫർമേഷൻ കോപ്പി ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു DNA വേണം. അത് സെപ്പറേറ്റ് ചെയ്ത് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് പുതിയ ഒരു DNA സ്ട്രാൻഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ആദ്യത്തെ റിക്വയർമെന്റ്. പിന്നീട് എന്താണ്? ഒരു RNA പ്രൈമർ. ഒരു RNA പ്രൈമർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഓർത്തോളാണ്, DNA അല്ല RNA. പ്രൈമർ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്ട്രെച്ച്, ഒരു ഒലിഗോ ന്യൂക്ലിയോടൈഡ്, അതായത് 2 മുതൽ 9 വരെ മാത്രം ന്യൂക്ലിയോടൈഡ്സിന്റെ എണ്ണമുള്ള വളരെ ചെറിയ സ്ട്രെച്ച് ഓഫ് RNA ആണ് നമ്മൾ RNA പ്രൈമർ എന്ന് പറയുന്നത്. ഇവിടെ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഈ പ്രോസസ്സിനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു RNA വേണം. നമ്മൾ പുതിയ സ്ട്രാൻഡായിട്ട് ഉണ്ടാക്കുന്നത് DNA ആണെങ്കിൽ പോലും അത് ഉണ്ടാക്കുന്ന ആ എൻസൈമിന് തുടങ്ങാനുള്ള ഒരു കഴിവില്ല. അതിന് ഓൾറെഡി ഉള്ള ഒരു സ്ട്രാൻഡിലേക്ക് അറ്റാച്ച് ചെയ്ത് അതിനെ ഇലോങ്ങേറ്റ് ചെയ്യാനുള്ള കഴിവേ ഉള്ളൂ. ഒരു പുതിയ സ്ട്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കഴിവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു കുറവ് പരിഹരിക്കുന്നതിനായിട്ട് RNA പ്രൈമർ ആവശ്യമാണ്. പിന്നെ ഉള്ളത് ഡീഓക്സിറൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേസ്. അതായത് നമ്മൾ പുതിയ DNA സ്ട്രാൻഡ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഒരു സ്ട്രാൻഡ് ഉണ്ടാക്കാൻ എന്ത് വേണം?
നമുക്ക് എന്ത് വേണം? ന്യൂക്ലിയോടൈഡ്സ് വേണം അല്ലേ? നമുക്ക് എന്തുണ്ടാക്കണമെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളൊരു മോഡൽ ഉണ്ടാക്കാൻ പറയുകയാണ്, ആ സെല്ലിൻ്റെ മോഡൽ അല്ലെങ്കിൽ DNA മോഡൽ. പക്ഷെ അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ടി വരില്ലേ? ചിലപ്പോൾ നിങ്ങൾക്ക് പേപ്പർ കട്ടിങ് വേണമായിരിക്കാം, ചാർട്ട് പേപ്പർ ആയിരിക്കാം, ചിലപ്പോൾ ക്ലേ ആയിരിക്കാം, ചിലപ്പോൾ തെർമക്കോൾ ആയിരിക്കാം. എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻ്റ് ഇല്ല നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഇവിടെയും ഒരു പുതിയ DNA സ്ട്രാൻഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അത് എന്താണ് വേണ്ടത്? ആ DNAയുടെ കണ്ടൻസ് എന്താണ്? ന്യൂക്ലിയോടൈഡ്സ്. അപ്പോൾ നമുക്ക് ന്യൂക്ലിയോടൈഡ് ആണ് വേണ്ടത്. 4 തരത്തിലുള്ള ന്യൂക്ലിയോടൈഡ് ആണ് ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഏതൊക്കെയാ? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. ഡീഓക്സിറൈബോ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ഡീഓക്സിറൈബോ ഗ്വാനാസിൻ ട്രൈഫോസ്ഫേറ്റ്, ലൈക്ക് ദാറ്റ് CTP ആൻഡ് TTP. ഇത് 4ഉം ധാരാളമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ DNA സ്ട്രാൻഡിൽ സപ്പോസ് ഇപ്പോൾ ATGC എന്നാണ് അതിൻ്റെ ഒരു പോളിന്യൂക്ലിയോടൈഡ് അറേഞ്ച്മെന്റ് എങ്കിൽ എയുടെ താഴെ DTTP വെക്കണം, G ആണെങ്കിൽ DCTP വെക്കണം, C ആണെങ്കിൽ DGTP വെക്കണം. അങ്ങനെ വെച്ചല്ലേ പോകാൻ പറ്റൂ. പിന്നെ ഈ കൊണ്ടുവച്ച് കഴിയുമ്പോൾ ഇവ തമ്മിൽ ജോയിൻ ചെയ്യണം അല്ലേ? ആ ഒരു ബോണ്ട് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? എസ്റ്റർ ബോണ്ട്, ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. അപ്പോൾ അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യാൻ എനർജി വേണം. അതിന് ആര് എനർജി കൊടുക്കും? ഇവർ തന്നെ എനർജി കൊടുക്കും. അപ്പോൾ ഇവിടെ ഈ DNTPs അഥവാ ഡീഓക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്സിന് 2 റോളാണുള്ളത്. ഒന്ന്, അവ തന്നെയാണ് സബ്സ്ട്രേറ്റ്, അവ തന്നെയാണ് എനർജി കൊടുക്കുന്നത്. പിന്നെ ഉള്ളത് ഡിഫറെൻറ്റ് എൻസൈംസ് ആണ്. ഇവിടെ ധാരാളം എൻസൈംസ് ഇൻവോൾവ് ആവുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുതിയ DNA ഉണ്ടാക്കാൻ ആവശ്യമുള്ള മെയിൻ ആയിട്ടുള്ള എൻസൈം. അതേതാണ്? DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ്. നമുക്ക് ഈ പേരൊന്ന് നോക്കാം. ഇത്തിരി വലിയ പേരാണ് അല്ലേ? അതിനെ നമുക്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. DNA പോളിമറൈസ്. പോളിമറൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പോളിമറൈസ് ചെയ്യാന്ന് വെച്ചാൽ കുറേ മോളിക്യൂൾസ് ഉണ്ടാക്കുക എന്നാണ്. അപ്പം DNA ആണ് പോളിമറൈസ് ചെയ്യുന്നത്. അപ്പം പോളിമറൈസ് ചെയ്യുന്ന വെച്ചാൽ മെനി മോളിക്യൂൾസ് ഉണ്ടാക്കുക. DNA പോളിമറൈസ് ചെയ്യുമ്പോൾ DNAയുടെ പല മോളിക്യൂൾ, അതായത് ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? DNAയിലുള്ള ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടല്ലേ? അപ്പോൾ ഈ ഒരു എൻസൈം ഡിപ്പെൻഡൻ്റ് ഓൺ ദ ഇൻഫർമേഷൻ ഓൺ ആൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് പാരന്റൽ DNA. അതുകൊണ്ടാണ് ഇതിനെ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഹെലിക്സ് ഒന്ന് അഴിച്ചെടുക്കണം അല്ലേ? അതിങ്ങനെ ചുറ്റിയിരിക്കുന്നതാണ് DNA സ്ട്രക്ചർ. അങ്ങനെ ഇരുന്നാൽ നമുക്ക് എന്ത് പറ്റില്ല? കോപ്പി ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഹെലിക്സിനെ ഒന്ന് അഴിച്ചെടുക്കണം. അതിന് ആരുണ്ട്? നമുക്ക് DNA ഹെലിക്കേസ് അല്ലെങ്കിൽ DNA അൺബൈൻഡേസ് എന്നൊരു എൻസൈമാണ് അതിനെ സഹായിക്കുന്നത്. ഇതൊരു DNA സ്ട്രാൻഡ് ആണെങ്കിൽ ഹെലിക്കേസ് വന്നിട്ട് ഇതിന് ഇടയ്ക്കുള്ള ഹൈഡ്രജൻ ബോൺഡ്സിനെയൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ 2 സ്ട്രാൻഡ്സ് സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ ഒരു വൈ ഷേപ്ഡ് ഫോർക്ക്, ഈ താഴെയും ഒരു വൈ ഷേപ്ഡ് ഫോർക്ക്. അതിനെയാണ് നമ്മൾ റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്നത്. ഈ 2 റെപ്ലിക്കേഷൻ ഫോർക്കിലും എന്തുണ്ടാകും? DNA റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇതുപോലെ പല സ്ഥലത്തും ഇത് സംഭവിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നാച്ചുറലായിട്ട് ഈ ഭാഗത്തും അതിൻ്റെ താഴെയും ടെൻഷൻ ഇത്തിരി കൂടും അല്ലേ? നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ടെൻഷൻ കൂടുകയാണ്. അപ്പം അതിനെ ഒന്ന് റിലീസ് ചെയ്യണം. ആ ടെൻഷൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു എൻസൈം ഉണ്ട്, സൂപ്പർ ഹെലിക്സ് റിലാക്സിംഗ് പ്രോട്ടീൻ അഥവാ ടോപ്പോ ഐസോമറൈസ് എന്ന് പറയും. അപ്പോൾ ഈ ടോപ്പോ ഐസോമറൈസ് ഈ വൈ ഷേപ്ഡ് ഫോർക്കിൻ്റെ മുകളിലുള്ള ഭാഗത്ത് ഒരു കട്ടുണ്ടാക്കും, ഒരു നിക്കെന്ന് പറയും. നിക്കെന്ന് വെച്ചാൽ കട്ട് ഉണ്ടാക്കിയിട്ട് ഒരു പ്രാവശ്യം അതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് ചുറ്റി വരും. ഓക്കെ, എന്നിട്ട് വീണ്ടും ജോയിൻ ചെയ്യും. അപ്പോൾ ആ ടെൻഷൻ അങ്ങ് മാറി കിട്ടി. ഇവിടെ ഭയങ്കര സൂപ്പർ കോയിലിംഗ് അല്ലേ സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് സൂപ്പർ കോയിലിംഗ്. അപ്പോൾ ഇവിടെ ഒരു കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട്, അതായത് അപ്പോൾ ഒരു കെട്ട് അഴിഞ്ഞു, എന്നിട്ട് അതിനെ വീണ്ടും ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്യാനായിട്ടൊരു എൻസൈം ഉണ്ട്, അതിൻ്റെ പേരാണ് ലൈഗേസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടെൻഷൻ റിലീസ് ചെയ്യാനായിട്ട് ഏതാണ് ഉപയോഗിക്കുന്നത്? ടോപ്പോ ഐസോമറൈസ്. യൂകാരിയോട്സിലാണ് ടോപ്പോ ഐസോമറൈസ് ഉപയോഗിക്കുന്നത്. പ്രോകാരിയോട്സിലാണെങ്കിൽ അതേ ഫംഗ്ഷൻ ചെയ്യുന്ന മറ്റൊരു എൻസൈം ഉണ്ട്, അതിൻ്റെ പേരാണ് ഗൈറേസ്. ഇനിയും ഉള്ളത് എന്താണ്? RNA പോളിമറൈസ് എൻസൈം. എന്തിനാണ് ഇവിടെ RNA പോളിമറൈസ്? പോളിമറൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുതിയ സ്ട്രാൻഡ് ഉണ്ടാക്കാൻ അല്ലേ? DNA സ്ട്രാൻഡ് ഉണ്ടാക്കാൻ DNA പോളിമറൈസ് വേണം. പക്ഷേ ഇവിടെ നമ്മളൊരു RNA പ്രൈമർ ആദ്യം ആവശ്യമില്ലേ? ആ RNA ഉണ്ടാക്കാൻ RNA പോളിമറൈസും ആവശ്യമാണ്. ഇനിയുള്ളത് പോളിന്യൂക്ലിയോടൈഡ് ലൈഗേസ് ആണ്. അതായത് ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈ പ്രൈമറിനെയൊക്കെ എടുത്ത് മാറ്റി കളഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യണം? പുതിയൊരു ന്യൂക്ലിയോടൈഡ് വെച്ചിട്ട് അവിടെ DNA പാച്ച് വർക്ക് ചെയ്യണം അല്ലേ? ഫുള്ളി ഫോംഡ് DNAക്കകത്ത് RNA പാടില്ല. അപ്പോൾ RNA ഒക്കെ മാറ്റിയിട്ട് അവസാനം നമുക്ക് പുതിയ DNAയുടെ സ്ട്രാൻഡ്സ് അവിടെ ഒട്ടിക്കണം. പിന്നെ വേറൊരു സ്ഥലത്ത് നമുക്കിത് ആവശ്യമായിട്ട് വരും. കാരണം നമ്മൾ ആ പ്രോസസ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റിക്വയർമെൻറ്റ്സ്. അതുകൂടാതെ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ DNA ഇങ്ങനെ സെപ്പറേറ്റ് ആവുന്ന സമയത്ത് ഈ അകന്ന 2 സ്ട്രാൻഡും കോംപ്ലിമെൻ്ററി അല്ലേ? അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചു വന്ന് വീണ്ടും കോയിൽ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ അവർ വീണ്ടും വന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പണിയെല്ലാം വെറുതെ ആവും അല്ലേ? അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ആ സൈഡിൽ ഒരു പ്രോട്ടീൻ വന്ന് അറ്റാച്ച് ചെയ്യും. രണ്ടിനെ ഇങ്ങനെ പിടിച്ച് നിൽക്കും, പോകാതെ അടുത്തോട്ട് പോകാതെ രണ്ടിനെയും പിടിച്ച് നിർത്തുന്ന ഒരു ടൈപ്പ് പ്രോട്ടീൻ ഉണ്ട്. അതിൻ്റെ പേരാണ് SSB, സിംഗിൾ സ്ട്രാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻ. അതായത് ഈ സ്ട്രാൻഡ് ഒരു സ്ട്രാൻഡിൽ വന്നിട്ടാണ് അത് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും? അതിനെ മറ്റേ സ്ട്രാൻഡിലോട്ട് പോയി ഒട്ടി അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാതെ
പിടിച്ച് നിൽക്കും അല്ലെങ്കിൽ തടസ്സപ്പെടുത്തും. അതാണ് സിംഗിൾ സ്ട്രാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? DNA റെപ്ലിക്കേഷൻ നടത്താം. ഇവിടെ ഒരു റെപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ട്. ഇതിൽ 2 സ്ട്രാൻഡ്സ് ഉണ്ട്, 3' to 5'ഉം 5' to 3'ഉം. നമുക്കറിയാം ഈ ഓപ്പൺ ആയിട്ടുള്ള പൊസിഷനിൽ മാത്രമാണ് പുതിയ സ്ട്രാൻഡ് ഉണ്ടാകാൻ പറ്റുന്നത്. അപ്പം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് 5' to 3' ആണ്. അതായത് 5' സ്റ്റാർട്ട് ചെയ്തിട്ട് 3' പോകുന്ന ഒരു ഡയറക്ഷനിലാണ് എപ്പോഴും പുതിയ സ്ട്രാൻഡ് ഉണ്ടാകുന്നത്. അത് എപ്പോഴും നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. റെപ്ലിക്കേഷൻ ആയാലും ട്രാൻസ്ക്രിപ്ഷൻ ആയാലും സെയിം ആണ്. പിന്നെ അപ്പോൾ ഈ 5' to 3' ഒരു സ്ട്രാൻഡ് ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എപ്പോഴും എന്തായിരിക്കണം? 3' to 5' അല്ലേ? അത് കോംപ്ലിമെൻ്ററി ആയിരിക്കണം എന്ന് പറഞ്ഞില്ലേ? അതായത് പൊളാരിറ്റി കോംപ്ലിമെൻ്ററി ആയിരിക്കണം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അത് ആൻറ്റി പാരലൽ ആയിരിക്കുമ്പോൾ 3' to 5'. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്കറിയാം ഒരു RNA പ്രൈമർ വന്ന് അറ്റാച്ച് ചെയ്യണം. കാരണം DNA പോളിമറൈസ് എൻസൈമിന് ഒരിക്കലും അതിനെ ഫുള്ള് ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള കഴിവില്ല, അതിന് ആഡ് ചെയ്യാനുള്ള കഴിവേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഒരു 5' to 3' ഒരു ചെറിയ RNA പ്രൈമർ വന്ന് ജോയിൻ ചെയ്യും. ഇനി ഇവിടെ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്? ഇവിടെ നിന്ന് ഇങ്ങനെ പോകാൻ പറ്റുമോ? 3' to 5'? ഇല്ല, ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് പുതിയ സ്ട്രാൻഡ് 5' to 3' ആണ്. അപ്പോൾ ഇവിടെയും ഇതിൻ്റെ ഓപ്പൺ 3' എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ RNA പ്രൈമർ അറ്റാച്ച് ചെയ്തത്. ഇത് 5' end of RNA പ്രൈമർ, ദിസ് ഈസ് 3' end of RNA പ്രൈമർ. ഇനി ബേസ്ഡ് ഓൺ കോംപ്ലിമെൻറ്റാരിറ്റി, ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പം G, A, C, G, T, T, A, A, C എന്നാണെന്ന് വിചാരിക്കാം. അപ്പം നമ്മുടെ RNA പോളിമറൈസ് എന്ത് ചെയ്യും? പുതിയ ഓരോ സ്ട്രാൻഡിനെ കൊണ്ടുവരും. ഡീന്യൂക്ലിയോട്ടൈഡ് ട്രൈഫോസ്ഫേറ്റ്സ് ഇല്ലേ? അതായത് ഗ്വാനിൻ ആകുമ്പോൾ ഇവിടെ എന്ത് വരും? സൈറ്റോസിൻ. ഇവിടെ തൈമിൻ, ഇവിടെ ഗ്വാനിൻ, ഇവിടെ സൈറ്റോസിൻ, അഡിനിൻ, അഡിനിൻ, തൈമിൻ, തൈമിൻ, ഗ്വാനിൻ, അങ്ങനെ ആഡ് ചെയ്ത് പോകും. അതേപോലെ തന്നെ ഇവിടെയും ഇവിടുത്തെ കോംപ്ലിമെൻറ്റാരിറ്റി, ഇവിടുത്തെ കോംപ്ലിമെൻ്ററി ആയിരിക്കുമല്ലോ ഇത്. അതായത് ഈ സ്ട്രാൻഡിലുള്ളതായിരിക്കും ഇവിടെയും വരുന്നത്. ഞാൻ എഴുതുന്നില്ല, അതിനനുസരിച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ വരെ ഇത് കൊണ്ടുവന്നു. ഇനി അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും എത്തിക്കഴിഞ്ഞു, അതേപോലെ ഇവിടെ നിന്ന് ഇത്രയും കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഈ ഭാഗം തുറന്നാൽ മാത്രമേ നമുക്ക് അടുത്തയിലോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ ഭാഗം വീണ്ടും കുറച്ചുകൂടി ഓപ്പൺ ആകുമ്പോൾ ഇപ്പം നമ്മൾ കാണിച്ചതനുസരിച്ച് ഇത്ര ആയി കഴിഞ്ഞു, ഇവിടെ നിന്ന് ഇത്ര ആയി കഴിഞ്ഞു. ഇനി ഈ ഭാഗം കണ്ടിന്യൂ ചെയ്യാം. അപ്പം വീണ്ടും ഇവിടെ ഓൾറെഡി ഒരു RNA പ്രൈമർ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു RNA പ്രൈമർ ഉണ്ടായിരുന്നു അല്ലേ? അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനിയിപ്പോൾ ഈ ഭാഗത്ത് ഇനി അത് കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോകാം. കാരണം ഇവിടെ അൺവൈൻഡ് ചെയ്തപ്പോൾ ഡയറക്ഷൻ സെയിം ആണ്, 5' to 3'. കാരണം ഇത് 5' to 3'. ഈ 3' OH ഗ്രൂപ്പ് ഇല്ലേ, അതിലേക്ക് മാത്രമേ നമ്മുടെ DNA പോളിമറൈസിന് പുതിയ ഡീന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്സ് കൊണ്ടുവയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 3'. അപ്പോൾ ഇവിടെ 3' സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ ഓരോന്നിനെ 3' ആഡ് ചെയ്ത് ഇത് മുകളിലേക്ക് പോയി വീണ്ടും ഇവിടെ വരെ എത്തി. അത്രയാണ് ഓപ്പൺ ഉള്ളത്. പക്ഷേ ഇവിടെ ഇതിന് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല അല്ലേ? ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ടല്ലേ പോയത്. അപ്പോൾ വീണ്ടും ഒരു പുതിയത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും ഒരു RNA പ്രൈമർ വേണം. കാരണം ഇവിടെയാണ് ഇതിൻ്റെ 3' end, അപ്പോൾ ഇതിൻ്റെ 5' end. അപ്പോൾ വീണ്ടും അവിടെ നിന്ന് 5' to 3' ഇങ്ങനെ വരും. കാരണം തിരിച്ച് മുകളിലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ എന്താണ്? 3' to 5' ആണ്. അത് സാധ്യമല്ല. എപ്പോഴും പുതിയ സ്ട്രാൻഡ് എന്താണ്? 5' to 3'. അപ്പോൾ വീണ്ടും ഇങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഇത് അൺവൈൻഡ് ചെയ്തു. സപ്പോസ് ഇങ്ങനെ വന്നു, നമുക്ക് ഈ സ്ട്രാൻഡിൽ ഇവിടെ ഒരു RNA പ്രൈമറും പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് കാണാം എത്ര തുറന്നാലും. പക്ഷേ ഇവിടെ നമുക്ക് പലയിടത്തും RNA പ്രൈമർ വന്നിട്ട് അവിടെ നിന്നാണ് ഓരോ പ്രാവശ്യം ആദ്യം ഇത്രയായിരുന്നു അൺവൈൻഡ് ചെയ്തത്, പിന്നെ ഇത്ര അൺവൈൻഡ് ചെയ്തു, പിന്നെ ഇത്ര അൺവൈൻഡ് ചെയ്തു, ഇനി ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വരണം അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ഈ സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി എന്തായിരുന്നു? 3' to 5'. അതായിരുന്നു ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഇത് 5' to 3'. സോ 3' to 5' പൊളാരിറ്റി ഉള്ള ആ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ കണ്ടിന്യൂസ് സിന്തസിസ് ആണ് നടക്കുന്നത് അല്ലേ? 3' to 5'ൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണ്, അവിടെ കണ്ടിന്യൂസ് സിന്തസിസ് നടന്നു. അതേസമയം 5' to 3' ആണെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് ആണ് നടക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് നടന്ന സ്ട്രാൻഡിനെ നമ്മൾ ലീഡിങ് സ്ട്രാൻഡ് എന്നും ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതിനെ നമ്മൾ ലാഗിങ് സ്ട്രാൻഡ് എന്നും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് വിത്ത് ദ പൊളാരിറ്റി 3' to 5' ആണെങ്കിൽ അതിലെ കണ്ടിന്യൂസ് സിന്തസിസ് അത് റിസൾട്ട് ചെയ്യുന്ന എന്തിലായിരിക്കും? ഒരു ലീഡിങ് സ്ട്രാൻഡിൽ.
അതേസമയം 5' to 3' പൊളാരിറ്റിയുള്ള ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ ഉണ്ടാകുന്ന സ്ട്രാൻഡ്സ് വളരെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. അതിനെ നമ്മൾ ലാഗിങ് സ്ട്രാൻഡ് എന്ന് പറയുന്നു. ആ ലാഗിങ് സ്ട്രാൻഡ് ഡിസ്കണ്ടിന്യൂസ് സിന്തസിസിൽ ഉണ്ടാകുന്ന ആ കുഞ്ഞു കുഞ്ഞു ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഓക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. ഇതൊരു സയന്റിസ്റ്റിന്റെ പേരിനെ ബേസ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്, ഓക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. ഈ ഫ്രാഗ്മെന്റ്സ് പക്ഷെ നമുക്കിങ്ങനെ ഫ്രാഗ്മെന്റ് DNA കിട്ടിയാൽ മതിയോ? പോരാ. അപ്പോൾ നമ്മൾ അവസാനം എന്ത് ചെയ്യണം? ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ ശേഷം RNA പ്രൈമറിനെ എല്ലാം ഇവിടെ നിന്ന് മാറ്റിയിട്ട് DNA പോളിമറൈസ് വന്നിട്ട് ഈ പ്രോസസ്സ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ. ഇനി ഇവിടെ നിന്ന് ഇത് കയറി കയറി പോകുന്നതനുസരിച്ച് ഈ ഭാഗം ചുറ്റി ചുറ്റി പോകും, ഹെലിക്സ് ഉണ്ടാക്കും. ഓക്കെ. കാരണം അവിടെ പ്രോസസ്സ് കഴിഞ്ഞല്ലോ, അവിടെ വീണ്ടും ഒന്ന് ക്ലോസ് ആവും. ഇവിടെയും ഇതെല്ലാം മാറ്റിയിട്ട് ആരാണ് ജോയിൻ ചെയ്യുന്നത്? ലൈഗേസ്. എപ്പോഴും ഓർത്തോളണം, DNA ഗ്ലൂ ആയിട്ട് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ DNA സ്ട്രാൻഡ്സിനെ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നതാണ് ലൈഗേസ് എൻസൈം. അപ്പം ഇവിടെയും ലൈഗേസ് എൻസൈം വന്നിട്ട് പ്രൈമർ പോയ സ്ഥലത്തൊക്കെ പുതിയ സ്മോൾ DNA പാച്ചസ് വെച്ചിട്ട് അത് ഒട്ടിച്ച് ഒരു കംപ്ലീറ്റ് സ്ട്രാൻഡ് ആവും. അപ്പം നമുക്ക് 2 പുതിയ സ്ട്രാൻഡ് കിട്ടി ഒരു പഴയ DNA നിന്ന്. ഈച്ച് പുതിയ സ്ട്രാൻഡിൽ എന്തുണ്ട്? ഒരു പാരന്റൽ സ്ട്രാൻഡ് ആസ് എ ടെംപ്ലേറ്റ് സ്ട്രാൻഡും അതിലേക്ക് ഒരു പുതിയ സ്ട്രാൻഡ് ഫോം ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് റെപ്ലിക്കേഷൻ എന്ന് വിളിച്ചത്. DNA റെപ്ലിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ DNAയുടെ കണ്ടന്റ് ഡബിൾ ആവുകയാണ്. അത് സെൽ ഡിവിഷന് മുമ്പ് സംഭവിക്കുന്നു, എന്നിട്ട് സെൽ ഡിവിഷന്റെ സമയത്ത് ഇത് ഡിവൈഡ് ചെയ്യുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് സെൽ ഡിവിഷൻ നടന്നില്ല, അല്ലെങ്കിൽ സെൽ ഡിവിഷന്റെ സമയത്ത് ഇത് 2 സെല്ലിലേക്ക് മാറാൻ പറ്റിയില്ല എങ്കിൽ എന്ത് സംഭവിക്കും? അത് ഒരു ഡ്യൂപ്ലിക്കേഷന് കാരണമാവും അല്ലേ? അങ്ങനെയുള്ള ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് പോളിപ്ലോയിഡി. അതായത് DNA കണ്ടന്റ് ഒത്തിരി ആയിട്ട് മാറുന്നു സെല്ലിനകത്ത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ DNA റെപ്ലിക്കേഷനിൽ പഠിക്കുന്നത്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ. അതായത് സെൻട്രൽ ഡോഗ്മയിൽ DNA റെപ്ലിക്കേഷനെ തുടർന്ന് DNAയിൽ നിന്ന് RNA ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. നമ്മളത് അടുത്ത വീഡിയോയിൽ പഠിക്കാം. നിങ്ങൾക്ക് എൻ്റെ ലെസൺ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അത് ഞാൻ തീർച്ചയായിട്ടും മറുപടി നൽകുന്നതാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബയോളജി മൈ പാഷൻ.